എമ്പുരാൻ സിനിമയുടെ സഹനിർമ്മാതാവ് ഗോകുലം ഗോപാലനെ ഇ.ഡി. ചോദ്യം ചെയ്യുന്നു. ചെന്നൈ കോടമ്പക്കത്തെ ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. കോഴിക്കോട് നിന്ന് ഇ.ഡി. ഉദ്യോഗസ്ഥനൊപ്പം ഗോപാലനും ചെന്നൈയിലെത്തി. രാവിലെ കോഴിക്കോട്ടെ മാളിലും ഹോട്ടലിലും പരിശോധന നടന്നിരുന്നു. കോടമ്പാക്കത്തെ റെയ്ഡ് 10 മണിക്കൂർ പിന്നിട്ടു. ഗോകുലം ചിറ്റ്സിൽ 1000 കോടിയുടെ ഫെമ ക്രമക്കേട് നടന്നതായി സംശയിക്കുന്നുവെന്ന ഇ.ഡി. നിർണായക രേഖകൾ ഇ.ഡി. പിടിച്ചെടുത്തെന്നും സൂചനയുണ്ട്. വിശദാംശങ്ങളുമായി നിതിൻ സേവ്യർ ചേരുന്നുണ്ട്. നിതിൻ, എത്ര മണിക്കാണ് ഗോകുലം ഗോപാലനെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചത്? ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണോ? ഇ.ഡി. എന്താണ് വിഷയത്തിൽ പറയുന്നത്? ജിന, ഏകദേശം 8 മണിയോടെയാണ് ചെന്നൈയിൽ ഗോകുലം ഗോപാലനെ എത്തിച്ച് ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. ഗോകുലം ഗോപാലനോട് ചെന്നൈയിലെ ഓഫീസിലേക്ക് വരാൻ, റെയ്ഡ് നടക്കുന്ന ഓഫീസിലേക്ക് വരാൻ ഇ.ഡി. ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് കോഴിക്കോട് നിന്നും ചെന്നൈയിലേക്ക് പോയ ഗോകുലം ഗോപാലനോടൊപ്പം കൊച്ചി ഇ.ഡി. യൂണിറ്റ് ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥനും ഒപ്പം ഉണ്ടായിരുന്നു. ഏതായാലും ഇന്ന് രാവിലെ 9:30 മുതലാണ് ഇത്തരത്തിൽ ഗോകുലം ഗോപാലന്റെ ചെന്നൈയിലെ ഓഫീസിൽ തുടക്കത്തിൽ റെയ്ഡ് ആരംഭിച്ചത്. അതിനുശേഷം കോഴിക്കോട് മാളിലും ഓഫീസിലും അടക്കം 5 സ്ഥാപനങ്ങളിലാണ് ഇ.ഡി. ഇന്നത്തെ ദിവസം റെയ്ഡ് നടത്തിയത്. പ്രധാനമായും 2 കേസുകളാണ്. ഒന്ന് വിദേശ നാണ്യ വിനിമയ ചട്ടലംഘനം, മറ്റൊന്ന് കള്ളപ്പണം വെളുപ്പിക്കൽ, PMLA ആക്ട് പ്രകാരമുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ എന്നീ കേസുകളിലാണ് റെയ്ഡ് നടത്തുന്നത്. രാവിലെ കേരളത്തിലും തമിഴ്നാട്ടിലുമായി 1000 കോടിയിലധികം രൂപയുടെ ക്രമക്കേട് ഗോകുലം ഗോപാലന്റെ കമ്പനി നടത്തിയെന്ന സംശയം ഇ.ഡി. പ്രകടിപ്പിച്ചിരുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി ഐ.ടിയും ഒപ്പം തന്നെ ഇ.ഡിയും ഗോകുലം ഗോപാലന്റെ പണമിടപാടുകൾ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ കമ്പനികളുടെ പണമിടപാടുകളെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ടായിരുന്നു. നിയമവിരുദ്ധമായി ഉണ്ടാക്കിയ പണം അത് രാജ്യത്തിന് പുറത്ത് കൊണ്ടുപോയി സ്വത്തുക്കൾ സമ്പാദിച്ചു എന്നാണ് ഇ.ഡി. കണ്ടെത്തിയിട്ടുള്ളത്. ഒപ്പം ഈ ആദായ നികുതി മുൻപ് നടത്തിയ പരിശോധനകളിലൊക്കെ തന്നെ ഇത്തരത്തിൽ പല വയലേഷൻസും കണ്ടെത്തിയിരുന്നു. അത് ഇ.ഡിക്ക് ആദായ നികുതി വകുപ്പ് റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. ഒപ്പം ഈ PMLA നിയമപ്രകാരം ഈ ചിട്ടി സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പല ആരോപണങ്ങളും വന്നിരുന്നു. ആ ആരോപണത്തെ തുടർന്നാണ് ഇപ്പോൾ PMLA ആക്ട് പ്രകാരം കള്ളപ്പണ വെളുപ്പിക്കൽ നിയമപ്രകാരം കൂടി കേസെടുത്തിരിക്കുന്നത്. ലേലം പിടിക്കുന്ന സ്വർണം വിൽക്കുന്നതിലും ചിട്ടി പിടിക്കുന്നവരുടെ ഇടപാടുകളിലുമൊക്കെ വലിയ തോതിലുള്ള ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് ഇ.ഡി. കണ്ടെത്തിയിട്ടുള്ളത്. ഐ.ടി നേരത്തെ തന്നെ, ഇൻകം ടാക്സ് നേരത്തെ തന്നെ, ആദായ നികുതി വകുപ്പ് നേരത്തെ തന്നെ ഇത് പരിശോധന നടത്തി കണ്ടെത്തിയതാണ്. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഈ ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത്. ഒപ്പം തന്നെ ഗോകുലം ഗോപാലൻ ഡയറക്ടർ ആയിട്ടുള്ള പല സ്ഥാപനങ്ങൾ, ഈ സ്ഥാപനങ്ങൾ കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമായി വിവിധ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം കടലാസുകൾ, ഈ നിക്ഷേപം നടത്തിയിരിക്കുന്ന കമ്പനികളെല്ലാം കടലാസ് കമ്പനികളാണ്, അല്ലെങ്കിൽ ഇതെല്ലാം ബിനാമി കമ്പനികളാണെന്ന സംശയം ഇ.ഡിക്കുണ്ട്. ഏതായാലും ഇതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ മുതൽ റെയ്ഡ് നടത്തുന്നത്. പക്ഷേ ഇത് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന വിവാദങ്ങളുമായി യാതൊരു ബന്ധവുമില്ല, അല്ലെങ്കിൽ എമ്പുരാൻ സിനിമയും അതിന്റെ രാഷ്ട്രീയമായ യാതൊരു ബന്ധവുമില്ല എന്നാണ് ഇ.ഡി. ഉദ്യോഗസ്ഥന് നമുക്ക് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ കുറെ നാളുകളായി, അതായത് മഞ്ഞമ്പൽ ബോയ് സിനിമ റിലീസ് ചെയ്ത സമയം മുതൽ ഇത്തരത്തിൽ, അല്ലെങ്കിൽ അതിന്റെ തമിഴ്നാട് കളക്ഷനുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളൊക്കെ വന്നപ്പോൾ മുതൽ തന്നെ ഇ.ഡി. ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്യുന്നു. അതിനുശേഷം കൃത്യമായി ഇവരുടെ സാമ്പത്തിക ഇടപാടുകളെല്ലാം തന്നെ ഇ.ഡി. പരിശോധിക്കുന്നുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കൃത്യമായി കഴിഞ്ഞ 3 മാസമായി എല്ലാ ഇടപാടുകളും ഇ.ഡി. കൃത്യമായി ഇ.ഡിയുടെ നിരീക്ഷണത്തിലൂടെയാണ് കടന്നുപോയത്. അതിന്റെ ഒരു ബാക്കി പത്രമായാണ് ഇപ്പോൾ ചോദ്യം ചെയ്തതെന്നാണ് പറയുന്നത്. ഏതായാലും നിലവിൽ കോടമ്പക്കത്തെ ഗോകുലം ഗോപാലന്റെ ഓഫീസിൽ ഇ.ഡി. അദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.